പിറ്റേ ദിവസം തന്നെ അവർ ഈ കാര്യം തങ്ങളുടെ മാതാവിനെ കൊണ്ടുതന്നെ ചോദിപ്പിച്ചു. വികാസുരൻ, വർഷങ്ങൾക്ക് മുൻപാണ് അയാൾ ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. ഭക്ഷണപ്രിയനായിരുന്നു അയാൾ. ചില നേരങ്ങളിൽ അയാളുടെ കരച്ചിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കും. ഒരിക്കൽ ഒരു രാത്രിയിൽ ഞങ്ങൾ മയക്കത്തിലായിരുന്നു. ഒരു അലറലോട് കൂടിയ ശബ്ദത്തോടെ, പേടിയോടെയാണെങ്കിലും ഞങ്ങൾ വാതിൽ തുറന്നു. ഞങ്ങൾക്ക് നേരെ അയാൾ ഭീഷണി മുടക്കി. ഇനിയുള്ള ഓരോ അർദ്ധരാത്രിയിലും എന്റെ വിഹിതം എനിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടണം. കേട്ടപ്പോൾ ഇതൊരു ഭീഷണി പോലെ ഞങ്ങൾക്ക് തോന്നിയില്ല. ഒരാളുടെ വിശപ്പല്ലേ അത്. പക്ഷേ പതുക്കെ പതുക്കെ അയാളുടെ ഉള്ളിലെ രാക്ഷസൻ വളരുവാൻ തുടങ്ങി. ഭക്ഷണം കുറയുമ്പോൾ ആ രാക്ഷസനെ ഞങ്ങൾ കാണുവാൻ തുടങ്ങി. ഞങ്ങൾ പട്ടിണി കിടന്നാലും അയാളുടെ വയറ് നിറയ്ക്കാൻ ഞങ്ങൾ പാടുപെട്ടു. ഇത് കേട്ട പാണ്ഡവരുടെ ഉള്ളിൽ ഒരു കൗതുക കഥാപാത്രമായി വികാസുരൻ. അന്ന് രാത്രിയിൽ അവർ കൗതുകത്തോടെ വികാസുരനെ കാണുവാൻ വേണ്ടി ജനലിന്റെ അവിടെ കാത്തിരുന്നു. പതിവ് പോലെ ആ സ്ത്രീ പാത്രങ്ങളിൽ ഭക്ഷണം നിറച്ചുവെച്ചു. കുറച്ചങ്ങ് മാറി മറ്റൊരു വീട്ടിൽ അയാളുടെ കാലൊച്ചയെത്തി. പെട്ടെന്ന് തന്നെ അവരുടെ വീടിന് മുന്നിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആ ഭക്ഷണപാത്രം എടുക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കൈ അയാളുടെ കൈകളിൽ വന്ന് പിടിച്ചത്. കണ്ടു നിന്ന പാണ്ഡവന്മാർ ഞെട്ടി. കാരണം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കാണുന്നില്ല. ഈ ഭീമന് ഇതെന്തു ഭാവിച്ച? പിറ്റേ ദിവസം ആ ഗ്രാമം സാക്ഷിയായത് ആ വിചിത്ര കാഴ്ചയ്ക്കായാണ്.